الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم قد أفلح من زكاها وقد خاب من دساها رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവൻ്റെ ആജ്ഞാനുവർത്തികളായി അവന് വഴിപ്പെട്ടവരായി ജീവിതം ജീവിച്ചു തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി ഏറെ വൈകിയും അള്ളാഹുവിൻ്റെ വജുഹും റിളയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരുടെയെങ്കിലും അംഗീകാരം നേടിയെടുക്കാനല്ല, എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടവും സ്നേഹവും എനിക്ക് നേടിയെടുക്കണമെന്ന ചിന്ത കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ആവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് അവൻ്റെ ഇഷ്ടദാസന്മാരുടെ പട്ടികയിൽ നമ്മുടെ പേരുകൾ എഴുതി ചേർക്കട്ടെ. അവൻ്റെ തൃപ്തിയും പ്രീതിയും എടുത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും മുൻതൂക്കം നൽകുന്ന ഭാഗ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ട് എൻറ്റിറ്റികൾ കൂടിച്ചേരുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒന്ന് അവൻ്റെ ജിസ്മാണ്, ശരീരമാണ്. രണ്ട് അവൻ്റെ റൂഹാണ്, ആത്മാവാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് മനുഷ്യൻ ജീവനുള്ളവനായി ജീവിക്കുന്നവനായി തീരുന്നത്. ഇതിൽ ആത്മാവിനെ കണ്ടെത്താൻ നമുക്ക് മാർഗങ്ങളൊന്നുമില്ല. ലാബ് ടെസ്റ്റുകളിലൂടെയോ എക്സ്റേകളിലൂടെയോ സ്കാനിങ്ങുകളിലൂടെയോ ആത്മാവിനെ കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. വയസ്അലൂനക അനിർ റൂഹ്, നബി അങ്ങയോടവർ ആത്മാവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഖുൽ, പറയുക, അർ-റൂഹു മിൻ അംരി റബ്ബി, ആത്മാവെന്ന് പറയുന്നത് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അറിവ് വളരെ കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ കുടികൊള്ളുന്ന ആത്മാക്കളെ കണ്ടെത്താനുള്ള, ആത്മാവിനെ, റൂഹിനെ കണ്ടെത്താനുള്ള മാർഗം
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ ആത്മീയമായ ഉന്നതിയും ശോചനീയാവസ്ഥയും ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരവയവമാണ് മനുഷ്യൻ്റെ ഹൃദയമെന്നത്. ആത്മാവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടു കിടക്കുന്ന അവയവമാണ് ഹൃദയം. തഖ്വ എവിടെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് ഹൃദയത്തിലാണ് എന്നാണ്, നെഞ്ചിലാണ് എന്നാണ്. മനുഷ്യൻ്റെ വൈകാരികതകളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരവയവമാണ് ഹൃദയം. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഈ തഖ്വ നേടിയെടുക്കുക എന്നതാണ്. അതായത് ഹൃദയത്തിൻ്റെ ശുദ്ധി നേടിയെടുക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കുത്ത് വീഴും, ആവർത്തിക്കുമ്പോൾ വീണ്ടും വീഴും. തെറ്റുകളുടെ ആധിക്യം കൊണ്ട് ജീവിതം മുഴുവൻ മുഖരിതമാകുമ്പോൾ ഹൃദയം കറുത്തുപോകും, കറ പിടിച്ചു പോകും. ഖുർആൻ പറയുന്നുണ്ട്, ഫീ ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ ഹൃദയത്തിന് രോഗമുണ്ട്, അള്ളാഹു ആ രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ രോഗത്തെ കണ്ടെത്താൻ നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തിട്ടോ കാര്യമില്ല. ഈ രോഗങ്ങൾ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. റൂഹിയായ ഒരവസ്ഥയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കൂട്ടത്തിൽ 4 തരം ഹൃദയങ്ങളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് 4 ടൈപ്പ് ഹൃദയങ്ങളാണ് ഉണ്ടാവുക. എന്നിട്ട് ഓരോന്നും ഇങ്ങനെ പ്രവാചകൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ ഹൃദയങ്ങളുടെ അവസ്ഥ എന്താണ് എന്നും അതിൻ്റെ സ്വഭാവങ്ങൾ എന്താണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 4 ഹൃദയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാൻ എനിക്കും ശ്രദ്ധയോടെ, ഉറങ്ങാതെ, അലസതയില്ലാതെ, ശ്രദ്ധ വിട്ടുപോകാതെ കേൾക്കാൻ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് 2 കൂട്ടർക്കും ഇത് ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസാരത്തിലൂടെ, കേൾവിയിലൂടെ, ഇരുത്തത്തിലൂടെ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ശുദ്ധമായ ഹൃദയമാണ്, പരിശുദ്ധമായ ഹൃദയമാണ്. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഹൃദയമാണ് ഒന്നാമത്തെ ഹൃദയം. എന്താണ് പരിശുദ്ധമായ ഹൃദയം? പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹദീസിൽ അടയാളങ്ങളൊന്നും പറയപ്പെട്ടിട്ടില്ലെങ്കിലും സാധാരണഗതിയിൽ ശുദ്ധമായൊരു ഹൃദയത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് തൻ്റെ സഹജീവികളിൽ നന്മ കാണാനുള്ളൊരു മനസ്സ് ആ ഹൃദയത്തിൻ്റെ ഉടമക്കുണ്ടാവും എന്നതാണ്. പണ്ടൊരു രാജാവ്, അയാൾ മരണശയ്യയിൽ കിടക്കുമ്പോൾ അയാൾക്ക് ഒരേ ഒരു മകനാണുള്ളത്. ആ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇനി നീയാണ് അധികാരം ഏറ്റെടുക്കേണ്ടത്, അതുകൊണ്ട് നീ ഒരു പഠനം നടത്തണം. എന്താണ് പഠനം നടത്തേണ്ടത്? ഈ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യന്മാരിൽ ഒരു കുറ്റം പോലും ഇല്ലാത്ത, ഒരു കുറവ് പോലും ഇല്ലാത്ത മനുഷ്യർ എത്ര ഉണ്ട് നീ കണ്ടുപിടിക്കണം. എന്നിട്ട് നീ ഇങ്ങോട്ട് വരണം. അങ്ങനെ ഈ വലിയ ദൗത്യവുമായി വേഷം മാറിക്കൊണ്ട് രാജകുമാരൻ ഇറങ്ങാണ്. ഓരോരാളെ കാണുമ്പോഴും അയാൾ എന്താണ് തിരയുന്നത്? ഈ മനുഷ്യരിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നതാണ്. കാരണം കുറ്റമില്ലാത്ത മനുഷ്യനെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഈ മനുഷ്യനിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നാണ് ഇയാൾ സ്കാൻ ചെയ്യുന്നത്. മാസങ്ങളുടെ അലഞ്ഞു തിരിച്ചിലിൽ ഇയാൾ വളരെ നിരാശനായിക്കൊണ്ട് വളരെ വേദനയോടുകൂടി തിരിച്ചു വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഉപ്പ, ഞാൻ ഈ രാജ്യം ഭരിക്കുന്നില്ല, ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നില്ല. ഈ നാട്ടിൽ കുറ്റമില്ലാത്ത ഒരാൾ പോലും ഇല്ല, ഒരു നല്ല മനുഷ്യൻ പോലും ഇല്ല. അതുകൊണ്ട് ഈ നാടിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല എന്ന് ഇയാൾ പറയാണ്. ഉപ്പ പറഞ്ഞു, മോനെ, നീ അങ്ങനെ തീരുമാനം എടുക്കാനായിട്ടില്ല, ഒരു യാത്ര കൂടി നീ നടത്തണം. ആ യാത്രയിൽ നീ അന്വേഷിക്കേണ്ടത് ഈ നാട്ടിൽ ഒരു നന്മ പോലുമില്ലാത്ത ആളുകളെ നീ കണ്ടുപിടിക്കണം. അതാണ് നിന്റെ അടുത്ത യാത്രയുടെ ലക്ഷ്യം. അങ്ങനെ അതിനുവേണ്ടി അയാൾ ഇറങ്ങിത്തിരിക്കാൻ. അങ്ങനെ ഈ രാജകുമാരൻ ഇറങ്ങിയിട്ട് ഓരോരുത്തരെയും കാണുമ്പം ഇയാൾ എന്താ അന്വേഷിക്കുന്നത്? അയാളിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ആ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് വളരെ സന്തോഷത്തോടെ, ആവേശത്തോടെ ഈ മനുഷ്യൻ
രാജാവിൻ്റെ അടുത്ത് വന്നിട്ട്, ഉപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നമ്മുടെ നാട് എത്ര നല്ല നാടാണല്ലോ ഉപ്പ, ഇവിടെ നന്മയില്ലാത്തൊരു മനുഷ്യൻ പോലും ഇല്ല, സുഹൃതം ചെയ്യാത്തൊരു മനുഷ്യൻ പോലും ഇല്ല, എല്ലാവരിലും നന്മയുണ്ട്, എല്ലാവരും സുഹൃതം ചെയ്യുന്നവരാണ്. ഉപ്പ പറഞ്ഞു, മോനെ, നിന്റെ ആദ്യത്തെ യാത്രയിൽ നീ ജനങ്ങളിൽ അന്വേഷിച്ചത് അവരുടെ തെറ്റുകളെക്കുറിച്ചാണ്, അവരുടെ കുറ്റങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത്തെ യാത്രയിൽ നീ അവരിൽ അന്വേഷിച്ചത് അവരിലെ നന്മകളെക്കുറിച്ചാണ്, അവരിലെ സുഹൃതങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ യാത്ര നിനക്ക് നിരാശയുണ്ടാക്കി, പ്രയാസങ്ങളുണ്ടാക്കി, ബുദ്ധിമുട്ടുകളുണ്ടാക്കി. രണ്ടാമത്തെ യാത്ര നിന്നിൽ ആവേശമുണ്ടാക്കി, സംതൃപ്തി ഉണ്ടാക്കി, സന്തോഷമുണ്ടാക്കി. രണ്ടും നിന്റെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് മനസ്സിലാക്കുക. ആളുകളിലെ നന്മകൾ കാണാൻ ശ്രമിക്കുക, ആളുകളിലെ തെറ്റുകൾ പരമാവധി കാണാതിരിക്കാൻ ശ്രമിക്കുക, ആളുകളെ അഭിനന്ദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാവുക. ഒരു നല്ല നേതാവ് അതാണ് ചെയ്യേണ്ടതെന്ന് ഉപ്പ മകന് പറഞ്ഞു കൊടുത്തുന്നാണ്. പ്രിയപ്പെട്ട ഒരു ശുദ്ധ ഹൃദയമുള്ള മനുഷ്യന് ആദ്യം വേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ എന്ത് നന്മയുണ്ട് എന്ന് അന്വേഷിക്കാനുള്ളൊരു ക്വാളിറ്റിയാണ്. അല്ലാതെ എൻ്റെ കൂടെയുള്ള ആൾക്ക് എന്ത് കുറവാണുള്ളത്, എന്ത് കുറ്റാണുള്ളത്, അയാളൊന്ന് കുത്താൻ വേണ്ടിയിട്ട് എന്ത് അവസരമാണ് എനിക്ക് കിട്ടുക എന്ന് ചികയുന്ന ഒരാൾ ഒരിക്കലും ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമസ്ഥനല്ല എന്ന് നാം മനസ്സിലാക്കുക. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു കള്ള് ഷാപ്പിലേക്ക് കയറി പോകുന്നത് കണ്ടാൽ, ഞാൻ പറയാനിട്ട് ആലങ്കാരികമായിട്ട് പറയാൻ, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആ മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് സൂഉദ്ദന്ന്, മോശമായ ഒരു ഊഹം ഇല്ലാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അയാള് വല്ല അത്യാവശ്യത്തിനും ആരെങ്കിലും കാണാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും, അയാള് കള്ളു കുടിക്കാൻ സാധ്യതയില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്ര വലിയ ക്വാളിറ്റിയാണെന്നറിയോ പ്രിയപ്പെട്ടവർ അവരത്. അത് അങ്ങനെ നേരെ തിരിച്ചാനിപ്പോൾ സംഭവിച്ചുകൊണ്ട് ഒരു കല്യാണ വീട്ടിലുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കറിയോ? ഒരു മനുഷ്യൻ, വയസ്സായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് വലിയ താടിയുണ്ട്, നിസ്കാരത്താഴ്മ്പുണ്ട്, നല്ല കണ്ടാൽ തന്നെ നല്ല സെൽഫിയത്ത് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ അയാൾ ഇങ്ങനെ ഒരു കല്യാണ വീട്ടിൽ ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കല്ലോ, അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുടിക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ്. അപ്പം ഇതേപോലെ വേറൊരു യുവാവ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ അദ്ദേഹവും ഇങ്ങനെ ചില ആളുകളുണ്ടല്ലോ, ചില ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് മാത്രം ഇസ്ലാമിനെ നടക്കുന്ന ചില ആളുകളുണ്ട്. ഇതിങ്ങനെ കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ നേരെ പോയിട്ട് ഈ പ്രായമുള്ള ആളോട് പറയാണ്, അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഇത്ര വലിയ താടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിസ്കാരത്താഴ്മ്പുണ്ടല്ലോ, എന്നിട്ടും നിങ്ങൾക്ക് വലത് കൈ കൊണ്ട് ആണ് കുടിക്കണം നിങ്ങൾക്ക് അറിയില്ലേ? ഇടത് കൈ കൊണ്ട് പിശാചാണ് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ചോദിച്ചു. ഈ വയസ്സായ മനുഷ്യൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു. അയാൾ ആകെ അപമാനിതനായി. അയാൾ ഈ ചെറുപ്പക്കാരനോട് മറുപടി പറഞ്ഞു, മോനെ, എനിക്ക് വലത് കൈ കൊണ്ട് കുടിക്കാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, എൻ്റെ വലത് കൈ പൊങ്ങില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടത് കൈ കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ സോറി പറഞ്ഞു, അയാളെ കെട്ടിപ്പിടിച്ചു, അയാളെ നെറ്റിയിലേക്ക് ചുംബിച്ചു. പക്ഷെ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് അതുകൊണ്ട് മാഞ്ഞു പോവോ? ഇല്ലല്ലോ. നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ ബാഹ്യമായ പ്രവർത്തനത്തിൽ നിന്ന് പെട്ടെന്ന് എന്തൊക്കെയോ മനസ്സിലാക്കി നമ്മൾ പെട്ടെന്നുള്ള പ്രതികരണം, മനസ്സിൽ കുത്തുന്ന രീതിയിലുള്ള പ്രതികരണം, പെട്ടെന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ, ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു 40-50 വയസ്സ് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ ജോലി കഴിഞ്ഞോ മറ്റോ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട്. കുറച്ച് യുവാക്കൾ ഇങ്ങനെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ബൈക്ക് എടുത്തിട്ടാണ് പോണത്. അപ്പം ഇവരെ അടുത്തെത്തിയപ്പോൾ ഇയാൾ കുറച്ചിങ്ങനെ ആടിയും ഇതായൊക്കെ അവരുടെ നേരെ ബൈക്ക് കൊണ്ടുപോയി കയറ്റി ഒരാളുടെ ശരീരത്തിൽ ചെറുതായിട്ടൊന്ന് തട്ടി, അയാൾക്ക് ചെറിയൊരു മുറിവുണ്ടായി, അയാൾ താഴെ വീണു. അപ്പോൾ ഈ യുവാക്കൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇയാളെ പിടിച്ചടിച്ചു, നന്നായിട്ടടിച്ചു. അയാളെ മുഖത്തടിച്ചു, അയാളുടെ തലക്കടിച്ചു. പക്ഷേ അടിച്ചു കഴിഞ്ഞിട്ടൊന്നും ഇയാൾക്ക് ഈ ഒരു അവശത മാറുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചത് ഇയാൾ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് ആ മനുഷ്യന് ഷുഗർ ഡൗൺ ആയതാണ്. ഹൈപ്പോഗ്ലൈസീമിയ അടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തതാണ്? വീണതാണ്. അപ്പോൾ ഈ യുവാക്കളുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യരുടെ പെട്ടെന്നുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ ചില ആളുകളെ നമ്മൾ വിമർശിക്കാറുണ്ട്. എന്ത്, അയാളൊന്ന് ചിരിക്കൂല, അയാളൊന്ന് സലാം ചെല്ലൂല, എന്തൊരു ഹെഡ് വെയിറ്റ് ആണ് അയാൾക്ക്, എന്തൊരു ദുസ്വഭാവമാണ് അയാൾക്ക്. ആയിരിക്കാം, അയാൾ ദുസ്വഭാവിയായിരിക്കാം, അയാൾ ചിരിക്കാത്ത ആളായിരിക്കാം, അയാൾ കഠിനമായി പെരുമാറുന്ന ആളായിരിക്കാം.
അയാളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾക്കാണ് നൽകിയിരുന്നതെങ്കിൽ നിങ്ങളൊരു പക്ഷേ അയാളേക്കാൾ വൃത്തികെട്ടവനാവുമായിരുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളടക്കം അയാളേക്കാൾ മോശപ്പെട്ട ആളാകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ കുറേ കഥകളുണ്ടാവും, പിന്നിൽ കുറേ ചരിത്രങ്ങളുണ്ടാവും. ആരൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണിട്ട് അങ്ങോട്ട് ദുസ്വഭാവം കാണിക്കുന്നവരല്ല, പെരുമാറ്റ ദൂഷ്യം കാണിക്കുന്നവരല്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ എപ്പോഴും തമാശ പറയും. റസൂൽ അയാളുടെ തമാശ കേട്ടിട്ട് ചിരിക്കുകയും ചെയ്യും കേട്ടോ. അയാൾക്കൊരു ദുശ്ശീലുണ്ടെന്നറിയോ, അയാൾ ഇടക്ക് പോയിട്ട് കള്ളു കുടിക്കും. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടി കിട്ടും, ചാട്ടവാർ അടി കിട്ടി കഴിഞ്ഞാൽ കുറച്ചു കാലം നന്നാവും. പിന്നീട് അയാൾ കുറച്ചു കാലം ഇങ്ങനെ പ്രവാചകന്റെ സദസ്സിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പോകും. റസൂൽ അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ ഒരു വട്ടം അടി കിട്ടുന്ന സമയത്ത് ഒരു സ്വഹാബി പറഞ്ഞു, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ, നീ എന്തിനാ റസൂലിൻ്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എന്നിങ്ങനെ പറഞ്ഞ് ശാപം പ്രാർത്ഥന നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ തിരുത്താൻ, എന്നിട്ട് ആ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നീ അങ്ങനെ പറയരുത്, അള്ളാഹുവിനും റസൂലിനും ആ മനുഷ്യന്റെ മനസ്സിൽ എത്ര സ്ഥാനമുണ്ട് എന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് ശാപപ്രാർത്ഥന നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവരെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, ഒരു തെറ്റൊരാൾക്ക് സംഭവിച്ചു പോയാൽ പിന്നെ അങ്ങോട്ട് ചാപ്പ കുത്താൻ ഒരു പെണ്ണ് കേസോ അല്ലെങ്കിൽ പഴയ കാലത്ത് ഒരു ലഹരി ഉപയോഗമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിൻ്റെ ആളുകളാണ്, അയാളെ നന്നാവാൻ പോലും സമ്മതിക്കൂല എന്നുള്ളതാണ്. വീടിൻ്റെ തൊട്ടടുത്ത് പള്ളി വന്നിട്ട് ഒരു വക്ത് പോലും നിസ്കരിക്കാൻ വരാത്തൊരു മനുഷ്യൻ്റെ അടുത്ത് ഒരോട്ട് പോയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്കൊന്ന് പള്ളിയിൽ വന്നൂടെ, ഈ നാട്ടിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നന്നായി, നിങ്ങൾ മാത്രം നന്നായില്ല, നിങ്ങൾ ഇപ്പോഴും ചെകിട്ടത്ത് ബാങ്കിൻ്റെ ശബ്ദം കൊണ്ടുവന്ന് അടിച്ചിട്ടും പള്ളിയിൽ വരാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വർത്താനം എന്താ അറിയോ, മോനെ എനിക്കൊരു പാസ്റ്റ് ഉണ്ട്, എനിക്കൊരു ഭൂതകാലമുണ്ട്, ഞാൻ മുഴുക്കുടിയനായിരുന്നു, എല്ലാ വൃത്തികേടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്നൊക്കെ മാറി നന്നായി കുറച്ചു കാലം പള്ളിയിൽ പോയി നോക്കിയതാണ്. പക്ഷെ ഞാൻ പള്ളിയിൽ കയറിയാൽ ആളുകളുടെ നോട്ടം, ആളുകളുടെ കുത്തുവാക്ക്, ആളുകളുടെ സംസാരം എനിക്ക് മനം മടുത്തു. ഞാൻ അങ്ങനെ അങ്ങോട്ട് തീരട്ടെ, ഇതങ്ങനെ അങ്ങോട്ട് ഞാൻ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല, ഞാൻ നരകവാസി തന്നെ, ഞാൻ നശിച്ചോനാണ്, ഞാൻ ശൈത്താനാണ്, അതുകൊണ്ട് നീ എന്നെ ഇനി പള്ളിയിലേക്ക് വിളിക്കാൻ വരണ്ട, പള്ളിയിലേക്ക് ഇനി വിളിക്കാൻ വന്നാൽ ഞാൻ ഇവിടുന്ന് കുറ്റിച്ചോലെടുത്തിട്ട് നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട മനുഷ്യൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ ഒരു മടുപ്പാണ്, ഒരു നിരാശയാണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മളാണ്, ചുറ്റുപാടുള്ള ആളുകൾ. അയാൾ ഭൂതകാലത്ത് ചെയ്തു പോയ തെറ്റുകൾ പറഞ്ഞിട്ട് ആ മനുഷ്യനെ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ അനുവദിക്കാത്ത രൂപത്തിൽ നമ്മൾ നൽകുന്ന നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള കുത്തുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഒരു തെറ്റ് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ, അയാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് അവകാശമുള്ളത് ആ തെറ്റ് പറഞ്ഞിട്ട് അയാൾ വേദനിപ്പിക്കാൻ, അയാളെ പ്രയാസപ്പെടുത്താൻ? അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവരുത്. ഇസ്ലാം വളർന്നത് എങ്ങനെയാണെന്നറിയോ? മുസ്ലിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ടാണ്, മുസ്ലിങ്ങളുടെ ശുദ്ധ മനസ്സ് കണ്ടിട്ടാണ്, ഹൃദയശുദ്ധി കണ്ടിട്ടാണ്. ലോകത്ത് എത്രയോ ആളുകൾ പ്രസംഗത്തിലൂടെ നല്ലട്ടോ, പ്രസംഗത്തിലൂടെയല്ല, പ്രഭാഷണങ്ങളിലൂടെയല്ല ഇസ്ലാം വളർന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ പ്രവർത്തനത്തിലൂടെയുണ്ടായ പരിവർത്തനമാണ് ലോകത്ത് വലിയ അളവിൽ ഇസ്ലാമിനെ വളർത്തിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റിച്ചാർഡ് എന്നു പേരുള്ള US-ലെ ഒരു നേവി ഉദ്യോഗസ്ഥനുണ്ട്. അയാള് ഭയങ്കര ഇസ്ലാമിക വിരോധിയാണ്. ഇസ്ലാം എന്ന് കേട്ടാൽ അയാൾക്ക് ഇഷ്ടമല്ല, മുസ്ലിങ്ങൾ കേട്ടാൽ അയാൾക്ക് വെറുപ്പാണ്, അറപ്പാണ്. അത്രത്തോളം ഇസ്ലാമിനെ വെറുക്കുന്ന, അത്രത്തോളം ഇസ്ലാമിനെ ഇഷ്ടമല്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറച്ച് ഇൻഫർമേഷൻ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഇസ്ലാമിക് സെന്ററിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ സെന്റർ തകർക്കുക എന്നതാണ്, അത് പൂട്ടിക്കുക എന്നതാണ്, അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കി കളയുക എന്നതാണ്. പക്ഷെ ആ മനുഷ്യൻ അവിടെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്തോ അള്ളാഹുവിൻ്റെ സബബ്, അവിടെ ഉണ്ടായിരുന്ന ചില മനുഷ്യരുടെ പ്രതികരണം, അവരുടെ വരവേൽപ്പ്, അവരുടെ ഊഷ്മളമായ പെരുമാറ്റം, ഇതൊക്കെ കണ്ടപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ ഇവർ, ഞാൻ വിചാരിച്ചത് ഇവർ കാട്ടാളന്മാരാണ് എന്നാണ്, ഇവർ മഹാവൃത്തികെട്ടവന്മാരാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ലല്ലോ, ഇവരുടെ പെരുമാറ്റത്തിലൊരു മാന്യത ഉണ്ടല്ലോ, മനുഷ്യത്വം ഉണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് അയാൾ ഖുർആൻ വായിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ ചില ആളുകളുടെ പെരുമാറ്റം ഒരു മനുഷ്യനെ ഖുർആൻ വായിക്കാൻ പ്രേരിപ്പിക്കാൻ,
അങ്ങനെ ഖുർആൻ വായിച്ച് അവസാനം ആ മനുഷ്യൻ ഖുർആനിൽ ഒരു ആയത്തിലെത്താണ്. എന്താണ് ആയത്തെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഈ രീതിയിൽ പറയുന്നുണ്ട്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. തിന്മയെ നീ നന്മ കൊണ്ട് നേരിടുക, വൈരാഗ്യത്തെ നീ സ്നേഹം കൊണ്ട് നേരിടുക, ശത്രുതയെ നീ ഊഷ്മളതയോടെ വരവേൽക്കുക. എങ്കിൽ നിന്നോട് കഠിന ശത്രുത പുലർത്തുന്ന മനുഷ്യനും നിന്റെ ഉറ്റമിത്രമായി മാറുന്ന അത്ഭുത കാഴ്ച നിനക്ക് കാണാമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം എത്തിയപ്പോണ്ടല്ലോ അയാള് വല്ലാതെ തളർന്നുപോയി, അയാൾ വല്ലാതെ തകർന്നുപോയി. ആ ഖുർആനുമായി ഒരു അഭേദ്യമായ ബന്ധം അയാൾക്ക് ഫീൽ ചെയ്തു. അയാൾ മുസ്ലിമായി. ഇന്ന് ആ മനുഷ്യൻ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന് നേരെ വരുന്ന ആക്രമണങ്ങൾക്കും ഇസ്ലാമിന് നേരെ വരുന്ന വിമർശന ശരങ്ങൾക്ക് മുന്നിൽ അയാൾ സ്വന്തം മാരിടം കാണിച്ച് തടുത്തുകൊണ്ടിരിക്കാൻ, ഇസ്ലാമിന്റെ ഒരു പ്രബോധകനായി പ്രചാരകനായി അയാൾ മാറിയിരിക്കാൻ. എന്താ കാരണം? ഒരു ഇസ്ലാമിക് സെന്ററിലേക്ക് കയറിപ്പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന സൽസ്വഭാവത്തോടെ പെരുമാറാൻ കഴിയുന്ന, ഊഷ്മളതയോടെ പെരുമാറാൻ കഴിയുന്ന ഏതാനും മുസ്ലിങ്ങളാണ് അതിന്റെ കാരണമെന്ന് നാം തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയശുദ്ധി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ തുമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 3 ദിവസം അദ്ദേഹം ബന്ദിയായി മദീനയിൽ കഴിഞ്ഞു. ആ 3 ദിവസത്തെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതികരണങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മാർത്ഥമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളുമെല്ലാം ആ മനുഷ്യന്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അയാളെന്ന് പറഞ്ഞാൽ അയാളൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ആ രാജ്യത്തൂടെ ആരെങ്കിലും കടന്നുപോയാൽ പിടിച്ചു കെട്ടി കൊന്നു കളയുന്ന മനുഷ്യനായിരുന്നു തുമാമ. പക്ഷേ തുമാമയെ ആ 3 ദിവസത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനാക്കിയിട്ട് തുമാമ മദീനയിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് തുമാമയുടെ മനസ്സ് തുമാമയോട് ചോദിക്കാൻ തുടങ്ങുന്നത്, തുമാമ, ആരെയാ നീ ഇത്രയും നാൾ വെറുത്തത്? ആരെയാണ് നീ ഇത്രയും നാൾ ഉപദ്രവിച്ചത്? ആരോടാണ് നീ ഇത്രയും നാൾ ശത്രുത പുലർത്തിയത്? ഇതിന് സമാനമായ ഒരു സമൂഹത്തെ ലോകത്ത് നീ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിന് സമാനമായ ഒരു നേതാവിനെ ലോകത്ത് നീ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ അവിടെ നിന്ന് കേട്ട വചനം തുമാമയുടെ ഹൃദയത്തിൽ ഇങ്ങനെ തികട്ടി വന്നു. മദീന വിട്ടുപോകാൻ തുമാമക്ക് കഴിഞ്ഞില്ല. തുമാമ തിരിച്ചു നടന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക്. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, ഇന്നലെ വരെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നൊരു നാട് ഈ നാടാണ്. പക്ഷേ ഈ നാടിനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊരു നാട് ഇന്നെനിക്കില്ല. ഇന്നലെ വരെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന പേര് അങ്ങയുടേതാണ്. പക്ഷേ അങ്ങയുടെ പേരിനോളം പ്രിയപ്പെട്ട വേറൊരു പേര് ഇന്നെന്റെ മനസ്സിലില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയുടെ അനുയായികളെയാണ്. പക്ഷേ അങ്ങയുടെ അനുയായികളെക്കാൾ പ്രിയപ്പെട്ട ഒന്നും ഇന്ന് ലോകത്ത് തുമാമക്ക് വേറെ ഇല്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന തുമാമ യഥാർത്ഥത്തിൽ തുമാമയുടെ ജീവിതത്തെ സമൂലം പരിവർത്തിപ്പിച്ചത് 3 ദിവസത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയശുദ്ധിയോടുകൂടിയുള്ള പ്രതികരണമാണ്. അതാണ് നമുക്ക് കാഴ്ചവെക്കാനുള്ളത്. അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, വൈമനസ്യമില്ലാത്ത, പകയില്ലാത്ത, സ്പർദ്ധയില്ലാത്ത, ഇന്നലകളെ കുറിച്ചുള്ള കുടിപ്പകയില്ലാത്ത വിശാലമായ ഹൃദയത്തിന്റെ ഉടമകളായി നാം മാറേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നബിയെ ലിൻതലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, അങ്ങ് അവർക്ക് വലിയ വിശാലതയാണ് നൽകുന്നത്. അങ്ങയുടെ ഹൃദയം വിശാലമാണ്. വലൗ കുൻത ഫദ്ദൻ, അങ്ങെങ്ങാനും കുടില ഹൃദയത്തിന്റെ ഉടമസ്ഥനായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റിൽ നിന്ന് എന്നോ അവരൊക്കെ പിരിഞ്ഞു പോയേനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശാല ഹൃദയത്തിന്റെ ഉടമകളാകേണ്ടതുണ്ട് നാം. വിട്ടുവീഴ്ച നൽകാൻ കഴിയുന്ന, മാപ്പ് നൽകാൻ കഴിയുന്ന, ആരെയും സ്വീകരിക്കാൻ കഴിയുന്ന, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ആരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന, നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന, ചേർത്തു പിടിക്കാൻ കഴിയുന്ന, മാപ്പ് നൽകാൻ കഴിയുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി നാം മാറേണ്ടതുണ്ട്. അതാണ് ശുദ്ധമായ ഹൃദയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹൃദയം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒന്നാമത്തെ ഹൃദയം ശുദ്ധമായ ഹൃദയമാണ്. ആ ഹൃദയമാണ് നാം നേടിയെടുക്കേണ്ടത്. രണ്ടാമത്തെ ഹൃദയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് പ്രിയപ്പെട്ടവരെ, മൂടപ്പെട്ട ഹൃദയമാണ്. മൂടപ്പെട്ട ഹൃദയം. അല്ലാഹു ആ ഹൃദയം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂടപ്പെട്ട ഹൃദയത്തിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്?
ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. ഖതമല്ലാഹ്, അല്ലാഹു അതാ സീൽ വച്ചിരിക്കുകയാണ്. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ, വഅലാ സമഇഹിം, അവരുടെ കാതുകളിൽ, വഅലാ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾക്ക്, ഗിശാവ, ഒരു തരത്തിലുള്ള മൂടിയാൽ, വലഹും അദാബുൻ അദീം, അവർക്കാകുന്നു ഭയാനകമായ ശിക്ഷയുള്ളത്. പരിശുദ്ധ ഖുർആൻ മൂടിവെക്കപ്പെട്ട ഉപയോഗിക്കപ്പെടാത്ത അവയവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലായിടത്തും സംസാരിച്ചിട്ടുള്ളത് ആദ്യം ഹൃദയത്തെക്കുറിച്ചാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടൊരു വിഭാഗത്തെ നരകത്തിനായി നാം പടച്ചു വച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാൻ അവർ ആ ഹൃദയം ഉപയോഗിക്കുകയില്ല. വലഹും അയ്യുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ കാണാൻ അവരാ കണ്ണുകൾ ഉപയോഗിക്കുകയില്ല. വലഹും ആദാൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ട സമയത്ത് കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ അവരാ ചെവികൾ ഉപയോഗിക്കുകയില്ല. ഉലൈക കല്ലൻആമി ബൽ ഹും അദൽ, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽ ഹും അദൽ, അതിനേക്കാൾ വഴിവെച്ചവരാണ്. നോക്ക്, ഇവിടെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? കൽബിനെ കുറിച്ചാണ്, ഖുലൂബിനെ കുറിച്ചാണ്, ഹൃദയത്തെക്കുറിച്ചാണ്. മൂടപ്പെട്ട ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ രണ്ട് രീതിയാണ് മനുഷ്യൻ ചിന്തിക്കുക. ഒന്ന് അവൻ്റെ തലച്ചോറ് കൊണ്ടാണ്, ഒന്ന് ഹൃദയം കൊണ്ടാണ്. രണ്ട് രീതിയിലുള്ള തോട്ടുണ്ട്. ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ, ഒരു പിച്ചക്കാരനെ കാണുമ്പോൾ, ഒരു യാചകനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയെ കാണുമ്പോൾ, ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ രണ്ട് രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക. ഒന്ന് തലച്ചോറുകൊണ്ടാണ് ചിന്തിക്കുക. തലച്ചോറുകൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കുക? ഇയാൾക്കിപ്പം ഞാൻ സഹായിച്ചാൽ, ഇയാൾക്ക് ഞാൻ എൻ്റെ സമ്പത്ത് ചെലവഴിച്ചാൽ, ഇയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചാൽ എന്താണ് എനിക്ക് റിട്ടേൺ കിട്ടുക? എനിക്കെന്താണ് ഉപകാരം? എനിക്കതിൽ എന്താണ് ഫായ്ദ ഉള്ളത് എന്നാണ് തലച്ചോറ് തിരിച്ചു ചോദിക്കുക. കൽബ് അങ്ങനല്ല, ഹൃദയം അങ്ങനല്ല. ഹൃദയം എന്താ ചോദിക്കുക എന്നറിയോ? ഈ മനുഷ്യൻ ഈ രോഗം പടച്ചോൻ എനിക്കാണ് തന്നതെങ്കിലോ, ഈ രോഗം എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണെങ്കിലോ, എൻ്റെ കുട്ടിക്കാണെങ്കിലോ, എൻ്റെ ഭാര്യക്കാണെങ്കിലോ, എൻ്റെ ഉമ്മക്കാണെങ്കിലോ, ഇയാൾ എത്ര വേദന അനുഭവിക്കുന്നുണ്ടാവും, ഇയാൾ എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. അവിടെയാണ് ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന വികാരമാണ് യഥാർത്ഥത്തിൽ എമ്പതി, സിമ്പതി എന്നതൊക്കെ. ചില ആളുകളുടെ ഹൃദയം മൂടിയിട്ടുണ്ട്. ഇതൊന്നും വർക്കൗട്ടാവില്ല. ഈ പറയുന്ന മനുഷ്യന്മാർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല. കേട്ടിങ്ങനെ ഇരിക്കും, കണ്ണിങ്ങനെ വീഴ്ചിരിക്കുന്നുണ്ടാവും, പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഹൃദയം കിട്ടുന്നതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതുപോലെയാണെന്നറിയോ? നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ചെളിയിലേക്ക് വീണുപോയി വിചാരിക്കാം. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഭദ്രമായി ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കെട്ടിവെച്ചു വിചാരിക്കാം. എന്നിട്ട് അതെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ പുറത്ത് 1000 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് കഴുകിയാലും ആ ഫ്രൂട്ട്സിന് പറ്റിയ ചെളിക്കറ പോവോ? ഇല്ല. എന്താ കാരണം? അത് പോണെങ്കിൽ അതിലേക്ക് വെള്ളം തട്ടണം. അതിലേക്ക് വെള്ളം തട്ടൂല. കാരണം എന്താണ്? അത് ഷീൽഡഡ് ആണ്, അത് കവേർഡ് ആണ്. ചില മനുഷ്യരുടെ ഹൃദയം അങ്ങനെയാണ്. നമ്മൾ എത്ര തന്നെ ഉത്ബോധനങ്ങൾ പറഞ്ഞാലും ഒരു കുലുക്കും ഉണ്ടാവില്ല. നമ്മൾ എത്ര തന്നെ നന്മകൾ പറഞ്ഞു കൊടുത്താലും ഒരു കുലുക്കും ഉണ്ടാവില്ല. നമ്മൾ എത്ര തന്നെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുത്താലും ഒരു കുലുക്കവും ആ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു ഹൃദയം ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോട് കാവൽ തേടേണ്ട ഹൃദയമാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശഅ വമിൻ ഐനിൻ ലാ തദ്മഅ. പ്രാർത്ഥിക്കാൻ റസൂൽ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശഅ വമിൻ ഐനിൻ ലാ തദ്മഅ. അല്ലേ? സഹിഹായ റിപ്പോർട്ടിൽ വന്ന പ്രാർത്ഥനയിലത് ഒന്ന് പറഞ്ഞു പഠിച്ചോണെങ്കിൽ നമ്മൾ നിശാക്കാൻ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശഅ വമിൻ ഐനിൻ ലാ തദ്മഅ. اللهم إني أعوذ بك من قلب لا تخشع ومن عين لا تدمع. اللهم إني أعوذ بك من قلب لا تخشع ومن عين لا تدمع. اللهم إني أعوذ بك من قلب لا تخشع
വമിൻ ഐനിൻ ലാ തദ്മഅ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹു ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. എന്തിനാ നമ്മൾ കാവലിനെ തേടുക? അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഇത് രണ്ടും വലിയ ദുരന്തമാണ്. എന്താണെന്നറിയോ? മിൻ ഖൽബിൻ ലാ തഖ്ശ, ഭയപ്പെടാത്തൊരു ഹൃദയം. എന്ത് കേട്ടാലും ഭയം ഉണ്ടാവില്ല. നരകത്തെ കുറിച്ച് കേട്ടാലും ഇളക്കുണ്ടാവില്ല. ഒന്നിനെ കുറിച്ച് കേട്ടാലും ഇളക്കുണ്ടാവില്ല. വമിൻ ഐനിൻ ലാ തദ്മഅ, കരയാത്ത രണ്ട് കണ്ണുകൾ. മിക്കവാറും നമുക്കൊക്കെ ഉണ്ടാവും അത്, കരയാത്ത കണ്ണ്. ഖുർആൻ കേട്ടിട്ട് കരയണില്ല, ദുആ ചെയ്യുമ്പോൾ കരയണില്ല, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ കരയണില്ല, സ്വർഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരയണില്ല, നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരയണില്ല, ഖബറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കരയണില്ല. കരയാൻ ഭയങ്കര പണിയാണ്. കണ്ണ് നിറയില്ല. പ്രത്യേകിച്ച് ആണുങ്ങൾക്കായിരിക്കും കൂടുതൽ അങ്ങനെയുള്ള കണ്ണുകൾ ഉണ്ടാവുക. അത് ഉണ്ടാവരുത്. അള്ളാഹുവിനോട് കാവലിനെ തേടുക. കരയുന്ന കണ്ണുകളും പേടിക്കുന്ന ഹൃദയവും അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ ഷാഹിദീൻ. അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ കേൾക്കുമ്പോൾ തറാ അയുനഹും, അവരുടെ കണ്ണുകളെ നബി അങ്ങേക്ക് കാണാം, തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്, സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ആ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞിട്ട് അതിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നതായി കാണാൻ കഴിയും. കരയാത്ത കണ്ണുകൾ മൂടപ്പെട്ട ഹൃദയത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ ഖുർആനോത്ത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഉൾക്കിടലുണ്ടാവില്ലേ, ഒരു രോമാഞ്ചം, ശരീരമൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലുണ്ട്. അതൊക്കെ ഹൃദയത്തിൻ്റെ ഭയപ്പാടിൻ്റെ, ഖുശൂഉള്ളൊരു ഹൃദയത്തിൻ്റെ അടയാളമാണ്. ഈ മൂടപ്പെട്ട ഹൃദയത്തിന് ഈ പറയുന്ന സംഗതികളൊന്നും ഉണ്ടാവില്ല. ചത്ത ഹൃദയമായിരിക്കും, മരിച്ചുപോയ ഹൃദയമായിരിക്കും. ഇതെങ്ങനെ ഈ ഹൃദയം ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ കാര്യത്തെ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. അള്ളാഹു ഏതൊക്കെ വിഷയത്തെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടോ അതെല്ലാം മഹത്തരമാണ്. വെറുതെ ഒരു കാര്യത്തെ തൊട്ട് അള്ളാഹ് സത്യം ചെയ്യൂലല്ലോ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അന്ത്യനാളിനെ തൊട്ട് ഞാനിതാ സത്യം ചെയ്യുകയാണ്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, വിമർശിക്കുന്ന ഹൃദയത്തെ തൊട്ട്, മനസ്സാക്ഷിയെ തൊട്ട് ഞാനിതാ സത്യം ചെയ്ത് പറയുകയാണ്. മനുഷ്യന്റെ ശരീരത്തിൻ്റെ അകത്ത്, അവന്റെ ജിസ്മിൻ്റെ അകത്ത്, അവന്റെ നഫ്സിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റമാണത്. ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആത്മാവിൻ്റെ ഇമ്മ്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. അത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ഈ നഫ്സുൽ ലവ്വാമ എന്തൊക്കെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇത് പറയും, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഇത് ഉള്ളിൽ കിടന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളുടെ ന്യായങ്ങൾ കൊണ്ടും നമ്മുടെ ന്യായീകരണങ്ങൾ കൊണ്ടും അതിനെ നമ്മൾ അങ്ങോട്ട് മൂടി വെക്കും, അതിനങ്ങോട്ട് കവച്ചു വെക്കും. അങ്ങനെ അതിൻ്റെ ശബ്ദം കുറഞ്ഞ് അതങ്ങോട്ട് ചത്തുവും ഇല്ലാതെയായിപ്പോവും. പിന്നെ അത് പറയാതെയാവും. അവിടെയാണ് ഹൃദയം കറ പിടിച്ചൊരവസ്ഥയിലേക്ക്, ആ കറ കൊണ്ട് മൂടപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ മൂടപ്പെട്ട അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്താലും, എന്തൊക്കെ പാപങ്ങൾ ചെയ്താലും ഒരു മനസ്താപവുമില്ലാതെ എത്ര വലിയ തെറ്റുകളും ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റും. എത്ര വേണമെങ്കിലും കക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും വഞ്ചിക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും ചതിക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും കളവ് പറയാൻ പറ്റും, എത്ര വേണമെങ്കിലും തെറി പറയാൻ പറ്റും, എത്ര വേണമെങ്കിലും വൃത്തികെട്ട അശ്ലീലതകൾ കാണാൻ പറ്റും, എത്ര വേണമെങ്കിലും തെറ്റുകളും പാപങ്ങളും വൃത്തികേടുകളും ചെയ്തു കൂട്ടാൻ പറ്റും. ഒരു മനസ്സങ്കോചം ഉണ്ടാവില്ല, ഒരു മനസ്താപം ഉണ്ടാവില്ല. അങ്ങനൊരു അവസ്ഥയിൽ നാം എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ റബ്ബിനോട് ആ അവസ്ഥയിൽ നിന്ന് മോചനം നൽകാൻ കഴിയാവുന്ന രീതിയിൽ കരഞ്ഞ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തരത്തിലുള്ള ഹൃദയത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 തരത്തിലുള്ള ഹൃദയമാണ് പറഞ്ഞത്. എന്തൊക്കെ? ഒന്ന് ശുദ്ധമായ ഹൃദയമാണ്, രണ്ടാമത്തത് മൂടപ്പെട്ട ഹൃദയമാണ്. ആ മൂടപ്പെട്ട ഹൃദയത്തിന് രക്ഷ തേടാൻ നമ്മളൊരു ദുആ കൂടി പഠിച്ചു. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശ വമിൻ ഐനിൻ ലാ തദ്മഅ. എനിക്ക് തോന്നണേ ഒരുവിധം എല്ലാവർക്കും അറിയാം ആ ദുആ അല്ലേ? പക്ഷെ അത് നിങ്ങൾ പതിവാക്കുക, ജീവിതത്തിൽ പതിവാക്കുക, പരമാവധി അത് ദുആ ചെയ്യാം. മൂന്നാമതൊരു ഹൃദയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തലകുത്തനെയുള്ള ഹൃദയമാണ്. ആ ഹൃദയത്തിൻ്റെ പൊസിഷൻ തന്നെ എങ്ങനെയാണ്? തലകുത്തനെ. ഞാൻ വീണ്ടും പറയാണ്, പോയിട്ട് സ്കാൻ ചെയ്താൽ തലകുത്തനുള്ള ഹൃദയമൊന്നും കാണാൻ പറ്റൂല കേട്ടോ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്റേ എടുത്ത് നോക്കിയാലൊന്നും കാണാൻ പറ്റൂല. ഇത് റൂഹിയായ വശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. എന്താണ് തലകുത്തനെയുള്ള ഹൃദയത്തിൻ്റെ പ്രത്യേകത? നിഫാഖുള്ള ഹൃദയമാണ്.
കാപഢ്യമുള്ള ഹൃദയമാണ്, അത് തലകുത്തനെയാണ്, എല്ലാം വിലങ്ങനെ ഇരിക്കും, അതിന് നേർക്ക് നേരെ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. നിഫാഖ് നമ്മിലേക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം പിടിച്ച വഴി എന്താണെന്നറിയോ? നിഫാഖിനെ കുറിച്ച് നമുക്ക് തോന്നുന്ന ആ സുരക്ഷിതത്വ ബോധമാണ്. എനിക്ക് നിഫാഖ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മുനാഫിക്കാവാൻ സാധ്യതയുണ്ട്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എനിക്ക് നിഫാഖില്ല, തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് നിഫാഖില്ല എന്ന 100% ബോധ്യമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരിലേക്ക് നിഫാഖ് വരാൻ സാധ്യതയുണ്ട്. കാരണം അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട സ്വഹാബികൾക്ക് പോലും ആ ഉറപ്പുണ്ടായിട്ടില്ല. അവർ ഭയപ്പെട്ടിരുന്നു. കാരണം അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ അപകടം പിടിച്ച രോഗമാണ് പ്രിയപ്പെട്ടവരെ നിഫാഖ് എന്ന് പറയുന്നത്. മുനാഫിക്കുകളുടെ അടയാളം എന്തോരം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ടെന്നറിയോ? നമ്മെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നെന്താണെന്നറിയോ? നരകത്തിന് 7ഓളം തട്ടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, 7ഓളം വാതിലുകൾ. അതിലേറ്റവും തീവ്രമായ ശിക്ഷയുടെ, ഭയാനകവും കഠോരവുമായ ശിക്ഷയുടെ ആ ഒരു തട്ടെന്ന് പറയുന്നത് നരകത്തിന്റെ ഏറ്റവും അടിയിലത്തതാണ്. അവിടെ ഭയങ്കരമായ ശിക്ഷയാണ്, ഭീകരമായ ശിക്ഷയാണ്. അള്ളാഹു ഏറ്റവും വെറുക്കുന്നവരെയാണ് പടച്ചോൻ അവരെ ഇടുക. ഏറ്റവും വലിയ പാപികളെ, മഹാപാതകം ചെയ്തവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയിടുക. മുനാഫികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. കപടവിശ്വാസികൾ എന്ന് പറയുന്നത്, മുനാഫിഖുകൾ എന്ന് പറയുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, ഏറ്റവും താഴെയാണ്. ആ കപട വിശ്വാസികളുടെ, കപടന്മാരുടെ അടയാളം വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലൂ തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വു ഫഹ്ദറുഹും. അല്ലാഹുവിന്റെ വാക്കുകളാണ്. അവരുടെ വേഷവിധാനങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല, അവരുടെ സംസാരങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല, അവരുടെ ബാഹ്യമായ പ്രകടനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവുകയില്ല. പക്ഷേ എല്ലാ ശബ്ദങ്ങളും അവർക്കെതിരാണെന്ന് അവർ വിചാരിച്ചുകൊണ്ടേയിരിക്കും. ആരെന്ത് പറഞ്ഞാലും അതെന്നെ കുത്തിയിട്ട് പറഞ്ഞതാണോ, എന്നെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണോ, എന്നെ ആക്ഷേപിച്ചിട്ട് പറഞ്ഞതാണോ, അങ്ങനെ അവർ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? അവരുടെ ഉള്ളിലുള്ളത് അത്രമാത്രം വലിയ മാലിന്യമാണ്, അത്രമാത്രം വലിയ വൃത്തികേടാണ്. അതുകൊണ്ട് നന്മ സംസാരിക്കുന്നവരെല്ലാം വിമർശിക്കുന്നത് തങ്ങളെയാണ് എന്നൊരു ബോധം അവരുടെ ഉള്ളിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നാണ് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ഹുമുൽ അദു, അവരാണ് യഥാർത്ഥത്തിൽ ശത്രുക്കൾ. അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് അവർക്ക് വേണ്ടി വലാ തുസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി സംസാരിക്കരുത്. വലാ തഖും അലാ ഖബ്രിഹി, അവരുടെ ഖബറിന്റെ അടുത്ത് അങ്ങ് പോയി നിൽക്കുക പോലും ചെയ്യരുത്. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, മദീനയിൽ മുനാഫിഖുകൾ ഉണ്ടായിരുന്നു. ആ മുനാഫിഖുകൾ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് ആ മുനാഫിഖുകൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റസൂലിന്റെ സ്വാഹിബു സിറാണ് ഹുദൈഫ. ഹുദൈഫയുടെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ഈ സ്വാഹിബു സിറിന് പ്രവാചകൻ പറഞ്ഞു ഇന്നാള് മുനാഫിക്കാണ്, ഇന്നാള് മുനാഫിക്കാണ്, ഇന്നാള് മുനാഫിക്കാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഉമർ ഇങ്ങനെ ഇടക്കിടക്ക് ഹുദൈഫന്റെ അടുത്ത് പോകും. എന്നിട്ട് ചോദിക്കും, ഹുദൈഫ ആ ലിസ്റ്റിൽ ഞാനുണ്ടോ? ഇടക്കിടക്ക് പോകും. എന്നിട്ട് ചോദിക്കും, ഹുദൈഫ ആ ലിസ്റ്റിൽ ഞാൻ നോക്കുങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആരാ ഉമർ? അശ്റത്തുൽ മുബശ്ശിരീനിലുള്ള ആളാണ്. എന്നിട്ടാണ് ഹുദൈഫന്റെ അടുത്ത് പോയി ചോദിക്കുന്നത്, ഹുദൈഫ ഞാനുണ്ടോ, ഞാനുണ്ടോ, ഞാനുണ്ടോ? ആ മനുഷ്യന്റെ ഒരു വ്യഗ്രതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു ബേജാറിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രത്തോളം പരലോകത്തെക്കുറിച്ച് ആ മനുഷ്യൻ പരിഗണിക്കുന്നവനാണെന്ന് ആലോചിച്ച് നോക്ക്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഇതുവരെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ മുനാഫിക്കാണെന്ന് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് 100% ഉറപ്പാണ് ഞാൻ മുനാഫിക്കല്ല. എനിക്കെങ്ങനെ നിഫാക്ക്? ഞാനേ മുജാഹിദല്ലേ, സലഫി പ്രവർത്തനല്ലേ, എനിക്കെങ്ങനെ നിഫാക്ക് വരിക? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് സ്ഥിരമായി കാവൽ തേടേണ്ട ഒരു വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ പേടിച്ചെങ്കിൽ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ എത്ര പേടിക്കണം, എത്ര പേടിക്കണം. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉമർ ഇങ്ങനെ നോക്കും, ഹുദൈഫ നിസ്കരിക്കുന്നുണ്ടോ? ഹുദൈഫ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉമർ നിസ്കരിക്കും, ഹുദൈഫ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉമറും മുങ്ങും റളിയല്ലാഹു അൻഹുമ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരൊക്കെ സ്വർഗത്തിൽ നിന്ന് കണ്ടുമുട്ടാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകട്ടെ. ഈ സ്വർഗത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, സ്വർഗത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെ കുറിച്ച് സ്വപ്നം കാണാറില്ലേ?
എൻ്റെ ബിസിനസ് ഇങ്ങനെ വളരുന്നു, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ കയറ്റം കിട്ടുന്നു, ഞാനൊരു വീട് വാങ്ങുന്നു, വലിയ വീട് നിർമ്മിക്കുന്നു, മക്കളൊക്കെ പഠിക്കുന്നു, വലിയ നിലയിലെത്തുന്നു. ഇതൊക്കെ നമ്മുടെ ദുനിയാവിലുള്ള സ്വപ്നങ്ങളാണ്. ആഖിറത്തിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണാറുണ്ടോ? സ്വർഗത്തെക്കുറിച്ച് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വർഗത്തിലെത്തുന്നതും ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി പോകുന്നതും, ആ സ്വർഗത്തിൻ്റെ വാതിലുകളിൽ നിന്ന് 8 വാതിലുകളിലൂടെയും മലക്കുകൾ ഇങ്ങനെ ക്ഷണിക്കുന്നതും, എന്നിട്ട് സന്തോഷത്തോടെ ആ സ്വർഗത്തിലേക്ക് കയറുന്നതും, എന്നിട്ട് അവിടെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച വിശാലമായ സാമ്രാജ്യങ്ങൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെടുന്നതും, അവിടുന്ന് നബിയെ കാണുന്നതും സ്വഹാബത്തിനെ കാണുന്നതും, ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പ്രവാചകനെ കാണുന്നതും, അള്ളാഹുവിനെ കാണുന്നതും, അള്ളാഹുവിൻ്റെ മുന്നിൽ നേരിട്ട് സുജൂദ് ചെയ്യുന്നതും, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നൊക്കെ ഒന്ന് സ്വപ്നം കണ്ടോക്ക് പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥ തഖ്വ ഇങ്ങോട്ട് വരിക. അപ്പോഴാണ് അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാനും പരിശ്രമിക്കാനും നമുക്ക് കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിഫാഖുള്ള ഹൃദയത്തിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. 4ാമത്തെ ഹൃദയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു 95% ആളുകൾക്കും ഈ ഹൃദയമായിരിക്കും ഉണ്ടാവുക. കനം കുറഞ്ഞ ഹൃദയമാണ്. ഈ ഹൃദയത്തിന് 2 പാർട്ടുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹൃദയത്തിന് 2 ഭാഗമുണ്ട്. അതിലൊരു ഭാഗം വ്രണമാണ്, മറ്റേ ഭാഗം ഒരു ചെറിയൊരു ചെടിയാണ്. ആ വ്രണം എന്ന് പറയുന്നത് നിഫാഖാണ്. ദോഷങ്ങളും പാപങ്ങളും എല്ലാം ഉള്ള നിഫാഖാണ്. ചെടി എന്ന് പറയുന്നത് ഈമാനാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, സ്വതക്ക ചെയ്യുമ്പോൾ, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ ആ ചെടിക്ക് നമ്മൾ വെള്ളവും വളവും കൊടുക്കുകയാണ്. അതിങ്ങനെ വളരും. അത് വളരുമ്പോൾ ഹൃദയത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള ആ വ്രണം ഹീലായിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഈമാനിൻ്റെ ചെടി വളർന്ന് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഈമാനിൻ്റെ വസന്തത്തിലേക്കെത്തും. നേരത്തെ ഇപ്പുറത്തുള്ളത് വ്രണമാണ്. നമ്മൾ വൃത്തികേടുകൾ കാണുമ്പോൾ, സിനിമകൾ കാണുമ്പോൾ, അതുപോലെയുള്ള ഹറാമുകളിൽ ഏർപ്പെടുമ്പോൾ, സിഗരറ്റ് വലിക്കുമ്പോൾ, ലഹരി ഉപയോഗിക്കുമ്പോൾ, അനാവശ്യമായ വീഡിയോസ് കാണുമ്പോൾ, ഗീബത്ത് പറയുമ്പോൾ, നമീമത്ത് പറയുമ്പോൾ, ചതിക്കുമ്പോൾ, വഞ്ചിക്കുമ്പോൾ, നമസ്കാരം ഒഴിവാക്കുമ്പോൾ ആ വ്രണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വ്രണം വലുതായി ഈമാനിൻ്റെ ചെടിയെ അത് ബാധിക്കാൻ തുടങ്ങും. ഹൃദയം മുഴുവൻ വ്രണമായി മാറും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന 4ാമത്തെ ഹൃദയം. റമദാൻ മാസത്തിലൊക്കെ ഒരു പക്ഷേ നമ്മുടെ ആ ഈമാനിൻ്റെ ചെടി നന്നായിട്ട് വളർന്ന് പടർന്ന് പുഷ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പെരുന്നാളിൻ്റെ രാവിലെ കോടാലി എടുത്ത് ഒരൊറ്റ വെട്ട് അതിൻ്റെ താഴെ വെട്ടും. ഇതാണ്ടാകുക. അതുകൊണ്ട് അതുണ്ടാവരുത്. ആ ഈമാനിൻ്റെ ചെടി വളരട്ടെ. ഇബാദത്തുകളിലൂടെ, സുഹൃതങ്ങളിലൂടെ, സ്വതക്കകളിലൂടെ, സ്നേഹത്തിലൂടെ, വിട്ടുവീഴ്ചയിലൂടെ, കാരുണ്യത്തിലൂടെ, മനുഷ്യത്വത്തിലൂടെ, ദീനാനുകമ്പയിലൂടെ, ആർദ്രമായ ഹൃദയത്തിലൂടെ ആ ചെടി അങ്ങോട്ട് തഴച്ചു വളരട്ടെ. എന്നിട്ട് ആ ഈമാനിൻ്റെ വസന്തം നല്ല രീതിയിൽ അനുഭവിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏറ്റവും ആദ്യം സംസാരിച്ച ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ആ ഒരു സുഖവും, ആ ഒരു സമാധാനവും, ആ ഒരു ശാന്തിയും അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വജാഅ ബിഖൽബിൻ മുനീബ്, വജാഅ ബിഖൽബിൻ സലീം, സലീമായ മുനീബായ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു ഹൃദയം അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയത്തിലുണ്ടാവുന്ന രോഗം, അഹങ്കാരം, അസൂയ, സ്പർദ്ധ, വൈരാഗ്യം, ഇതൊക്കെ നമുക്ക് ഇതിങ്ങോട്ട് പിളർന്നിട്ട് എടുത്ത് പുറത്ത് കളയാനൊന്നും കഴിയൂല. അതൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെന്താണ് ചെയ്യുക? നമുക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യനെ നമുക്ക് തീരെ ഇഷ്ടമല്ല, അയാൾ തകർന്ന് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്, അയാൾ നശിച്ച് കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റക്ക് ആരും അറിയാതെ അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, അയാൾക്ക് നീ നന്മ നൽകണേ റബ്ബേ, അയാൾക്ക് നീ ഉയർച്ച നൽകണേ റബ്ബേ, അയാൾക്ക് നീ ആരോഗ്യം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ എന്നൊക്കെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിൽ ഈ അസൂയ തോറ്റുപോകും.
ഈ സ്പർദ്ധ പരാജയപ്പെട്ടു അവിടെ. അങ്ങനെയാണ് സ്പർദ്ധയെ പരാജയപ്പെടുത്തുക. നമ്മുടെ നാവിൽ നമുക്ക് നിയന്ത്രണമുണ്ട്, നമ്മുടെ കൈകളിൽ നമുക്ക് നിയന്ത്രണമുണ്ട്, നമ്മുടെ കാലുകളിൽ നമുക്ക് നിയന്ത്രണമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിയന്ത്രണമില്ല. നിയന്ത്രണമില്ലാത്ത ഹൃദയത്തിൻ്റെ വികാരങ്ങളെ ക്രമേണ നിയന്ത്രിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനും കൈകൾക്കും കാലുകൾക്കുമെല്ലാം സ്വാതന്ത്ര്യം നൽകിയത്. അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നാം നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തേണ്ടത്. നമ്മുടെ ഹൃദയത്തെ നാം കീഴ്പ്പെടുത്തണം. നാം എങ്ങോട്ട് അതിനെ ചരിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അങ്ങോട്ട് അതിനെ ചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം, അങ്ങോട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സലീമായ ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മെ ഏവരെയും മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ പറയാനുള്ളത്, ഞങ്ങൾ ഖത്തറിലേക്ക് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകമായ ആവശ്യവും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. നിങ്ങൾ വ്യത്യസ്തമായ ഒരു സ്ഥാപനം അൽഹംദുലില്ലാ കണ്ണൂർ ജില്ലയിൽ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി നിങ്ങളുടെ സമയം എനിക്ക് വേണം, സമയം അതിക്രമിച്ചോ എന്നറിയില്ല. വ്യത്യസ്തമായൊരു സ്ഥാപനം, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ദാറുൽ ബയ്യിന എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം എന്ന് ഇപ്പോൾ 33 കുട്ടികളാണ് ആ സ്ഥാപനത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് 7 കുട്ടികൾക്ക് കൂടി ഈ വർഷം നമ്മൾ അഡ്മിഷൻ കൊടുക്കും. അതെന്താണ് ആ പദ്ധതി ഇതും കൂടി പറഞ്ഞുതരാം. 40 കുട്ടികൾ തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഈ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. ഈ 40 കുട്ടികളെ മുഴുവനായും ഫോക്കസ് ചെയ്ത് അവരിൽ ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ ലോകോത്തര നിലവാരമുള്ള ദായിമാരാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് ആൽഫ ജനറേഷൻ ദഅവ പ്രൊജക്റ്റ് എന്നാണ്. പുതിയ ജനറേഷനിലേക്ക് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ഖുർആനെ പരിചയപ്പെടുത്തി കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനൊരു പദ്ധതി തുടങ്ങാനുണ്ടായ 1-2 സംഭവങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഒരു ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ കല്യാണ വീട്ടിൽ അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഡപ്പാങ്കൂത്ത് പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് കുട്ടികൾ അതിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മുതിർന്നവർ വന്നിട്ട് പാട്ടൊക്കെ ഓഫാക്കി. അങ്ങനെ കുറച്ചൊരു 12-13 വയസ്സുള്ള കുട്ടികൾ ഒരു ഭാഗത്ത് അത്ര നേരം തുള്ളി കളിച്ചിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരുത്തൻ പറയാണ്, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പരലോകമുണ്ട് മക്കളേ എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡാൻസ് കളിക്കാം എന്നാ കുട്ടികൾ പറയാൻ. അപ്പോൾ ഈ പറയുന്ന പരലോകവും സ്വർഗവും നരകവും എല്ലാം വളർന്നു വരുന്ന തലമുറയ്ക്ക് കേവലം കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സംഗതി ഞാൻ പറയട്ടെ, നമ്മുടെ ഇസ്ലാഹി കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമുകൾക്ക് പോയപ്പോൾ സംഘാടകർ പറഞ്ഞ അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നൊരു സംഗതി എന്താണ്? അവർ പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊന്നും വല്ലാണ്ട് പറയേണ്ട, പബ്ലിക്കാണ്, അവർ കളിയാക്കും. ഇത്രത്തോളം വേദനയുള്ളൊരു വർത്താനം വേറെ കേട്ടിട്ടില്ല. നിങ്ങൾ അറിയത് ഇതാരാ പറയുന്നത്? മുജാഹിദുകളാണ് പറയുന്നത്. ഇസ്ലാഹി കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ് പറയുന്നത്. അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്നവരാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ കളിയാക്കപ്പെടരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ പരലോകം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവർ ട്രോളും. സ്വർഗത്തിലെ ഹൂറികൾ, സ്വർഗത്തിലെ പുഴ, മദ്യത്തിൻ്റെ പുഴ, പാലിൻ്റെ പുഴ, തേനിൻ്റെ പുഴ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. പ്രിയപ്പെട്ടവർ, വലിയ ദുരന്തത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 15 വയസ്സും 13 വയസ്സുള്ള കുട്ടികളെ മുന്നിൽ ഇരുത്തിയിട്ട് നമ്മളൊക്കെ എന്തെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റയടിക്ക് ഈ പറയുന്നതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു വാക്കുണ്ട്, തന്ത വൈബ്. അത് പറഞ്ഞ പിന്നെ അവരൊന്നും ആ പറയണ മുഴുവൻ തന്ത വൈബാണ്. പിന്നെ അതൊന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കൂല. വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളും ഈ പറയുന്ന കളിയാക്കലുകളും പരിഹാസങ്ങളും എല്ലാം നടത്തുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ പരലോകം പറയരുത്, ഈ പരലോകം പറയരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ അവർ ഈ പറയുന്ന സംഗതികളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുകൾക്കിടയിൽ പോലും